ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ താമസ് ആണ്. അപ്പൊ നമ്മുടെ മോഡൽ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ എക്കണോമിക്സിന്റെ +2 എക്കണോമിക്സിന്റെ മോഡൽ എക്സാം വരുന്നത് നാളെയാണ്. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് എല്ലാ മക്കളും ചോദിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മുടെ എക്കണോമിക്സിലെ 11 ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ഒരൊറ്റ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെയാണ് നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഇക്വേഷൻ ആണ്. പക്ഷെ അത് ഇക്വേഷൻ പഠിക്കാണെന്നില്ല, അല്ലാതെ തന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ടിയുവിൽ നിന്ന് ഒരു ടോട്ടൽ യൂട്ടിലിറ്റി നിന്ന് അതിന്റെ തൊട്ടു മുന്നേയുള്ള ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ചെയ്താൽ മതി. അതാണ് MU, TUN-1. പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ബഡ്ജറ്റ് ലൈൻ. 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്നാമത്തത് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് P1x1 + P2x2 = M. പിന്നെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ് M/P1, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് M/P2. പിന്നെ സ്ലോപ്പ്, ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കൂടി ഉണ്ട്, -P1/P2. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ് പെർസെന്റേജ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് എന്തായാലും പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്വേഷൻ ഇങ്ങനെയാണ്: ΔQ/ΔP × P/Q. ഇതിൽ ΔQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്. ΔP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. P എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രൈസ് ആണ്, മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള പ്രൈസ് ആണ്. Q എന്ന് പറയുന്നത് മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള ക്വാണ്ടിറ്റി ആണ്, ഇനീഷ്യൽ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ, ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പക്ഷെ എല്ലാം കണക്റ്റഡ് ആണ്, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ ആവറേജ് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ ലേബർ ആണ്, ഇൻപുട്ട് ആണ്. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു TPയിൽ നിന്ന് അതിന്റെ തൊട്ടു മുന്നേയുള്ള TP മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. TPL - TPL - 1. പിന്നെ ഈ ചാപ്റ്ററിൽ ഒരുപാട് കോസ്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. പക്ഷെ എല്ലാം കണക്റ്റഡ് ആണ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. TC, ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെൻ SAC എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ആണ്. ദെൻ AFC എന്ന് പറഞ്ഞാൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ആണ്. ദെൻ AVC എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ആണ്. SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാർജിനലിന്റെ കേസ് തന്നെയാണ്. TCN - TCN - 1, അതായത് ഒരു TCയിൽ നിന്ന് അതിന്റെ തൊട്ടു മുന്നേ ഉള്ള TC മൈനസ് ചെയ്താൽ മതിയാവും. ഓക്കെ, റെഡി. ദെൻ ഇതേപോലെ ലോങ് റണ്ണിലും നമുക്ക് കോസ്റ്റുകൾ ഉണ്ടല്ലോ അല്ലെ. ലോങ് റൺ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്താൽ മതി. ദെൻ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു ലോങ് റൺ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് അതിന്റെ തൊട്ട് മുന്നേ ഉള്ള എല്ലാ TC മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ വരുന്ന ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് തിയറി ഓഫ് ദ ഫോം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ആകെ ഈ ഒരു ഇക്വേഷൻസ് മാത്രമാണ്. അതിൽ TR എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആയിരിക്കും, ടോട്ടൽ റവന്യൂ. ദെൻ ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആയിരിക്കും. ദെൻ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു TRയിൽ നിന്ന് അതിന് തൊട്ട് മുന്നേ ഉള്ള TR മൈനസ് ചെയ്ത് കൊടുത്താൽ മതിയോ. ഓക്കെ, റെഡി. ദെൻ അടുത്തത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നമ്മൾ മാക്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമുക്കറിയാം നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ 3 മെത്തേഡ്സ് ഉണ്ട് അല്ലെ. അതിൽ വാല്യൂ ആഡഡ് മെത്തേഡിൽ GVAയുടെ ടോട്ടൽ ആയിരിക്കും GDP. ഇൻകം മെത്തേഡിൽ റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് വേജസ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും GDP. ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് ഡിമാൻഡ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിന് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ GDP കിട്ടും. ഇത്രയാണ്. ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കാനുണ്ട്. നെറ്റിനെ ഗ്രോസ് ആക്കാൻ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്താൽ മതി, ഗ്രോസിനെ നെറ്റ് ആക്കാൻ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. പിന്നെ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ NFIA ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നാഷണലിനെ തിരിച്ച് ഡൊമസ്റ്റിക് ആക്കാൻ അത് മൈനസ് ചെയ്താൽ മതി. ദെൻ ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കാൻ വേണ്ടി NIT, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്താൽ മതി. നേരെ തിരിച്ച് MCA FC ആക്കാൻ വേണ്ടി NIT മൈനസ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ കൂടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ദെൻ അടുത്തത് നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് ആണ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ മണി മൾട്ടിപ്ലയർ എന്താണെന്നത് പഠിച്ചു വെക്കാനുണ്ട്. അതിന്റെ ഇക്വേഷൻ 1/CRR ആണ്, ക്യാഷ് റിസർവ് റേഷ്യോ. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, M/H ആണ്. ഇതിൽ M എന്ന് പറഞ്ഞാൽ ടോട്ടൽ മണി സപ്ലൈ ആണ്, H എന്ന് പറഞ്ഞാൽ ഹൈ പവർഡ് മണിയാണ്. ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഉണ്ടാവും. ഇത് നേരെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പൊ ഈ 2 ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തത് ഈ ചാപ്റ്ററിൽ കുറച്ച് മണി സപ്ലൈനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ M1 എന്ന് പറഞ്ഞാൽ CU + DD ആയിരിക്കും. M2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M1ന്റെ കൂടെ നമ്മൾ പോസ്റ്റ് ഓഫീസിന്റെ സേവിങ്സ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്താൽ മതി. M3 എന്ന് പറഞ്ഞാൽ M1ന്റെ കൂടെ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ടൈം ഡെപ്പോസിറ്റ് ആഡ് ചെയ്താൽ മതി. ദെൻ M4 എന്ന് പറഞ്ഞാൽ ഈ M3യുടെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പോസ്റ്റ് ഓഫീസിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് ആഡ് ചെയ്താൽ മതി. ഈ 4 മണി സപ്ലൈയും എന്തായാലും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്.
ദെൻ അടുത്തതായിട്ട് നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്റർ 2 സെക്ടർ എക്കണോമിയാണ് അല്ലെ. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിൽ കൺസംഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ സി ബാർ പ്ലസ് സി വൈ ആണ്. ഇതിൽ സി ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസംഷൻ ആണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. ദെൻ ഐ എന്ന് പറയുന്നത് ഐ ബാർ ആയിരിക്കും. പിന്നെ എം പി സി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആയിരിക്കും. ദെൻ എം പി എസ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആയിരിക്കും. പിന്നെ ഈ വൈ എന്ന് പറഞ്ഞാൽ ഇൻകം ആണല്ലോ അല്ലെ. ഇൻകം എന്ന് പറഞ്ഞാൽ കൺസംഷൻ പ്ലസ് സേവിങ്സ് ആയിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കണം. പിന്നെ എം പി സി പ്ലസ് എം പി എസ് എപ്പോഴും 1 ആയിരിക്കും എന്നുകൂടി ഒന്ന് ആലോചിച്ച് വെക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ എ പി സി എന്താണെന്നുള്ളത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം സി ബൈ വൈ ആണ്. ദെൻ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എസ് ബൈ വൈ ആണ്. ഈ എസ് എന്ന് പറയുന്നത് സേവിങ്സും സി എന്ന് പറയുന്നത് കൺസംഷനും ആണെന്നുള്ളത് ആലോചിക്കാം കേട്ടോ. ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എ ബാർ പ്ലസ് സി വൈ ആണ് ഇക്വേഷൻ. ഇതിലെ എ ബാർ എന്ന് പറഞ്ഞാൽ സി ബാർ പ്ലസ് ഐ ബാർ ആണ്. ദെൻ ഇതാണ് ഈ ചാപ്റ്ററിലെ ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ 2 സെക്ടർ എക്കണോമിയിലെ ഇക്വേഷൻ. സി ബാർ പ്ലസ് ഐ ബാർ ബൈ 1 മൈനസ് സി ആയിരിക്കും. ഈ സി എന്ന് പറയുന്നത് സ്മോൾ സി എന്ന് പറയുന്നത് എം പി സി ആണ് എന്നും കൂടെ ആലോചിച്ച് വെക്കാം. ഓക്കെ. ദെൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിനെ കുറിച്ച് കൂടി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. കെ ഇസ് ഈക്വൽ ടു കെ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ബാർ ആണ് ഇക്വേഷൻ. അതല്ലാതെ വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട് 1 ബൈ എം പി എസ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 1 ബൈ 1 മൈനസ് എം പി സി ചെയ്താലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ദി ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി എന്നുള്ള ചാപ്റ്റർ ആണ്. ഇവിടെ നമ്മൾ 3 സെക്ടർ എക്കണോമിയാണ് ഗവൺമെന്റിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഡെഫിസിറ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് മെഷേഴ്സ് ഓഫ് ഡെഫിസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം. കുറച്ച് 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ് മൈനസ് ചെയ്താൽ മതി. ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആഡ് ചെയ്തതാണ് എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കാര്യങ്ങളെല്ലാം ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇനി ടോട്ടൽ എക്സ്പെൻഡിച്ചർ തന്നിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. ദെൻ ലാസ്റ്റ് പ്രൈമറി ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ കണ്ടുപിടിച്ച ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്, നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ് ആണ് മൈനസ് ചെയ്യേണ്ടത്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ 3 സെക്ടർ എക്കണോമിയാണ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. പക്ഷേ 2 സിറ്റുവേഷനിൽ വേറെ വേറെയാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ ലംസം ടാക്സ് ആകുന്ന കേസിലാണ്. അതായത് ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ടി ആണ് കാണുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സി ബാർ മൈനസ് സി ടി ബാർ പ്ലസ് സി ടി ആർ ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ ബൈ 1 മൈനസ് സി എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ദെൻ പ്രൊപ്പോർഷണൽ ടാക്സിന്റെ കേസ് ആണെങ്കിൽ അതായത് സ്മോൾ ടി ആണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. സി ബാർ പ്ലസ് സി ടി ആർ ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി ഇക്വേഷൻ പഠിച്ചു വെക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറെ മൾട്ടിപ്ലയറുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. അതിൽ ലംസം ടാക്സിന്റെ കേസിലെ മൾട്ടിപ്ലയർ നോക്കാം. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി ആണ്. 1 ബൈ 1 മൈനസ് സി ചെയ്താൽ മതി. ദെൻ ടാക്സ് മൾട്ടിപ്ലയർ ആണ്. അതൊരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. കാരണം നമുക്ക് ടാക്സ് കൂടുമ്പോൾ ഇൻകം കുറയാണ് ചെയ്യുന്നത്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി നമുക്ക് മൈനസ് സി ബൈ 1 മൈനസ് സി ചെയ്താൽ മതിയോ. ദെൻ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ നമ്മൾ നേരത്തെ പഠിച്ച 2 മൾട്ടിപ്ലയറും കൂടെ ആഡ് ചെയ്തതാണ് ഈ ബി ബി എം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് വെക്കാം. ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ് മൾട്ടിപ്ലയർ ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ആർ ആണ്. സി ബൈ 1 മൈനസ് സി ആണ്. നമ്മുടെ ടാക്സ് മൾട്ടിപ്ലയറിന്റെ അതേ ഇക്വേഷൻ ആണ്, മൈനസ് ഇല്ല എന്ന് മാത്രം. ദെൻ അടുത്തത് നമ്മൾ പ്രൊപ്പോർഷണൽ ടാക്സിന്റെ കേസിൽ ഒരേ ഒരു മൾട്ടിപ്ലയറേ ഉള്ളൂ. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ ആണ്. ഇക്വേഷൻ ഇങ്ങനെയാണ് 1 ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി ചെയ്താൽ മതിയാവും. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മൾട്ടിപ്ലയറുകളും ഇക്വേഷൻസും. ഈ ചാപ്റ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൾട്ടിപ്ലയറുകളും അതുപോലെ തന്നെ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിലാണെന്നുള്ളത് ആലോചിച്ച് വെക്കാം. ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ഓപ്പൺ ഇക്കണോമി മാക്രോ എക്കണോമിക്സ്. ഈ ചാപ്റ്ററിൽ അങ്ങനെ പ്രോബ്ലംസ് ചോദിക്കാറില്ല. ഇനിയിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ 2 ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഓർത്ത് വെച്ചാൽ മതിയാവും. അത് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മൾ 4 സെക്ടർ എക്കണോമി ആണ്. ഇവിടെ എക്സ്റ്റേണൽ സെക്ടറിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്: സി ബാർ മൈനസ് സി ടി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് എം ബാർ ആണ്. അത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ്. ദെൻ ബൈ 1 മൈനസ് സി പ്ലസ് എം ആണ്. ഇതാണ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഈ ചാപ്റ്ററിൽ ഒരൊറ്റ മൾട്ടിപ്ലയർ മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. ഓപ്പൺ ഇക്കണോമി ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ആണ്. ഇക്വേഷൻ ഇങ്ങനെയാണ്: ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എ ബാർ 1 ബൈ 1 മൈനസ് സി പ്ലസ് എം ആണ്. ഈ ഇക്വേഷൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്. ഇത്രയും ഇക്വേഷൻസ് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടും ഓർത്ത് വെക്കുക. എക്സാമിന് പോകുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്തിട്ട് പോവാം. ഇക്വേഷൻസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുത്തിട്ട് പോവാം.
അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അറിയാനും വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരമുള്ള മാരത്തോണിൽ, ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള മാരത്തോണിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അവിടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട്, കുറേയും കൂടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരത്തെ മാരത്തോണിൽ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.